കണ്ടു ദൂരെ എന്നു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. കേട്ടോ കാതിൽ വിണ്ണിൽ നിന്നും വാനദൂതർ പാടും നാദം രാവിൽ. താരാജാലം ഏറ്റുപാടി സ്നേഹഗീതം നിറരാവിൽ. ഉണ്ണീശു പിറന്നൊരീ ശാന്തരാത്രി കണ്ടു ദൂരെ എന്നു വിണ്ണിൽ മിന്നും ഒരു താരം വന്നു വാനിൽ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. മനുഷ്യരോടുകൂടി വസിപ്പാൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഭഗവത്ഗീതയിൽ പ്രകാരം പറയുന്നു, പരിത്രാണായാം സാധുവിനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശിഷ്ടപരിപാലനത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മം സ്ഥാപിക്കുന്നതിനും ഈശ്വരൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്ന ഇവിടെ പറയുന്നത്. ഇതിൻ പ്രകാരം 1000 ഭുജങ്ങളുള്ള കാർച്ചവീരനെ സംഹരിപ്പാൻ പരശുരാമനായും രാവണനെ നിഗ്രഹിപ്പാൻ ശ്രീരാമനായും കംസനെ വധിപ്പാൻ ശ്രീകൃഷ്ണനായും വിഷ്ണു അവതാരമെടുത്തു. ഈ ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി ബൈബിൾ നൽകുന്ന ചിന്ത ദുഷ്ടനെ കൊല്ലുവാനല്ല, പിന്നെയോ ദുഷ്ടതയില്ലാതാക്കി മനുഷ്യനെ നല്ലവനാക്കുന്നതിനു വേണ്ടി ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ്. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു. സഖരിയ 2:10 യഹോവയുടെ അരുളപ്പാട്, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്നാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം എന്ന് യെശയ്യാവ് 7:14 പറയുമ്പോൾ ഇമ്മാനുവേൽ എന്നതിന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമാണ് നൽകിയിരിക്കുന്നത്. ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു. ഗോഡ് ഹു ഡെൽസ് വിത്ത് അസ്. ദൈവം നമ്മോടുകൂടി വസിപ്പാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും നമ്മിലുള്ള പാപം ദൈവത്തെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നു. യെശയ്യാവ് 59:2 പറയുന്നത്, നമ്മുടെ അകൃത്യങ്ങൾ നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു എന്ന. ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം മനുഷ്യജന്മം എടുത്ത് നമ്മോടുകൂടെ പാർത്തത്. ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് എത്ര സുരക്ഷിത ബോധവും സന്തോഷവും ആണ് നമുക്ക് നൽകുന്നത്. ഈ സുരക്ഷിതത്വം അനുഭവിച്ച സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. സങ്കീർത്തനം 16:8. ഈ ഭൂമിയിലെ തൻ്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ. യോഹന്നാൻ 16:16 പറയുന്നത്, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. ഇവിടെ നമുക്ക് നൽകുന്ന ചിന്ത യേശു വീണ്ടും വരും എന്നും അവൻ വന്ന് നമ്മെ അവനോടുകൂടി ചേർക്കും എന്നും ആണ്. അതിനെക്കുറിച്ച് സഖരിയാവ് 14:4 പറയുന്നത്, ആ നാളിൽ അവൻ്റെ കാൽ യെരുശലേമിന് എതിരെയുള്ള ഒലുമലയിൽ നിൽക്കും. കർത്താവിൻ്റെ പ്രത്യക്ഷതയെ ദർശിച്ചുകൊണ്ട് യോഹന്നാൻ പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം, ദൈവത്താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകിയില്ല, ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഉണ്ടാകിയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. വെളിപ്പാട് 21:3-5 വരെ. ദൈവം നമ്മോടുകൂടി വസിക്കണമെങ്കിൽ നമ്മിലുള്ള ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുമാറണം. സഖരിയാവ് 1:4. നാം ജീവിക്കുന്ന ഈ നാളുകളിൽ ദോഷം പെരുകിയിരിക്കുന്നു. അന്യായവും അധർമ്മവും എവിടെയും നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ ദൈവനിഷേധികളായി
അവൻ നമ്മോടുകൂടി വസിക്കണമെങ്കിൽ നമ്മിലുള്ള എല്ലാ തിന്മകളെയും നീക്കി ക്രൂശിൽ ചൊരിയപ്പെട്ട കുഞ്ഞാൻ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മോടുകൂടി വസിക്കുന്ന ദൈവം നൽകുന്ന 2 അനുഗ്രഹങ്ങളെക്കുറിച്ച് സെഖര്യാ പ്രവാചകൻ പറയുന്നുണ്ട്. 1 സെഖര്യാവ് 2:5 ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, വാൾ ഓഫ് ഫയർ. ഈ തീമതിലാണ് എലീശയെ പിടിപ്പാൻ വന്ന സൈന്യത്തിൻ്റെ മുൻപിൽ എലീശയെ സുരക്ഷിതനായി നിർത്തിയത്. 2 രാജാക്കന്മാർ 6:17 കർത്താവ് കൂടിയുണ്ട് എങ്കിൽ നമ്മിലുണ്ടാകാവുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും അവൻ നമുക്ക് തീമതിലായിരിക്കും. 2 സെഖര്യാവ് 2:8 നാം ദൈവത്തിൻ്റെ കൺമണിയായിരിക്കും, ആപ്പിൾ ഓഫ് ഗോഡ്സ് ഐ. കൺമണി ശരീരത്തിലെ ഏറ്റവും ചെറിയ അവയവമാകുന്നു എങ്കിലും വളരെ സുരക്ഷിതമായിട്ടാണ് അത് സൂക്ഷിക്കപ്പെടുന്നത്. അതേ വിധത്തിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കും. ഒരു ശത്രുവിനെ നമ്മെ തൊടുവാനോ നമുക്ക് കേടുവരുത്തുവാനോ അവൻ സമ്മതിക്കുകയില്ല. കർത്താവ് വീണ്ടും വന്ന് നമ്മെ അവനോട് കൂടി ചേർക്കുമ്പോൾ നമ്മുടെ എല്ലാ ദുഃഖവും സന്തോഷമായി തീരും. നമ്മിൽ ഉണ്ടാകുന്ന ആ സന്തോഷം എടുത്തു കളവാൻ പിന്നെ ആർക്കും കഴിയുകയില്ല. യോഹന്നാൻ 16:22. ആ സന്തോഷ നാളിനായി പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. കർത്താവേ, എന്നോടുകൂടി വസിപ്പാനായി വീണ്ടും വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കമുള്ളവനായി കാത്തിരിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. മിന്നുന്ന താരം നോക്കി ഇടയരും ഒന്നായി ചേർന്നു